ബിഗ് ബോസ് വീടിനകത്ത് വെച്ചൊരു മൂവിയുടെ ഓഡീഷൻ നടക്കാൻ പോകുന്നു. ജീത്തു ജോസഫ് ആണോ നടത്തുന്നത്? എന്താണ് സംഭവങ്ങൾ? വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ജീത്തു ജോസഫ് ആണോ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെന്യുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ അറിയാൻ പറ്റിയ ഒരു അപ്ഡേറ്റ്, ബിഗ് ബോസ് വീടിനകത്ത് ഒരു മൂവിയുടെ ഓഡീഷൻ നടന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. മൂവിയുടെ ഓഡീഷൻ. അപ്പോൾ അതിനകത്ത് ആരാണ് പെർഫോം ചെയ്തത്, എന്താണ് വിശേഷങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. മുമ്പ് നടന്നിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും മൂവിയുടെ പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. മൂവിയുടെ ഓഡീഷൻ, അതായത് നിങ്ങളെ സിനിമയിലേക്ക് 2-3 പേരെയൊക്കെ നിങ്ങളെല്ലാവരും നോക്കട്ടെ, നിങ്ങളുടെ ബെസ്റ്റ് അഭിനയം വെച്ചിട്ട് ഒരാളെ അല്ലെങ്കിൽ 2 പേരെയൊക്കെ മൂവിയിലേക്കായിട്ട് എടുക്കും. അവരുടെ പെർഫോമൻസ് കണ്ടിട്ടെങ്കിലും മൂവിയിലേക്കായിട്ട് സെലക്ട് ചെയ്യും. ഹിന്ദി ബിഗ് ബോസിലൊക്കെ സ്ഥിരം നടക്കുന്ന സാധനമാണ്. സ്ഥിരം ഈ പരിപാടിയാണ്. ഏക്താ കപൂർ കയറിപ്പോവും. നാഗിൻ സീസൺ 7 തന്നെ അതിനകത്തു നിന്നാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. സീരിയലിൻ്റെ ഓഡീഷൻ, സിനിമയുടെ ഓഡീഷൻ സെലക്ട് ചെയ്ത് പറയും. നിമ്രതിനെയൊക്കെ സീസൺ 16 നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സിനിമ ഓഡീഷൻ ബിഗ് ബോസ് വീടിനകത്ത് നടന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ജീത്തു ജോസഫ് ആണ് പോയത്, നമ്മുടെ ദൃശ്യത്തിൻ്റെ പിന്നെ 12th മാൻ ഈ മൂവിയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ജീത്തു ജോസഫ് ആണെന്ന് കേൾക്കുന്നുണ്ട്, അത് ഞാൻ കൺഫേംഡ് പറയണില്ല. അപ്പോൾ ഒരു മൂവിയുടെ ഓഡീഷൻ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളെ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഒരു മൂവിയുടെ ഓഡീഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ജീത്തു ജോസഫിൻ്റെ പേരും കേൾക്കുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ അറിയാം എങ്ങനെയൊക്കെ ആയിരിക്കും പെർഫോമൻസ്, ആരൊക്കെ ആയിരിക്കും വരുന്നത്. 1-2 പേര് ഗസ്റ്റുകളായിട്ട് എന്തോ ഉണ്ടെന്ന് അറിയുന്നു. നോക്കാം. അടുത്ത അപ്ഡേറ്റ് വരാൻ എന്തായാലും ഒരു മൂവിയുടെ ഓഡീഷൻ നടന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.